ഒരുപാട് ബന്ധങ്ങളുടെ ലോകത്തിലാണ് മനുഷ്യരായ നമ്മൾ ജീവിക്കുന്നത്. ബന്ധങ്ങൾ നമുക്ക് നൽകുന്ന സന്തോഷം, ബന്ധങ്ങൾ നമുക്ക് നൽകുന്ന സങ്കടങ്ങൾ എല്ലാം നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ്. മനോഹരമായ ഒരു വാക്കാണല്ലോ ആത്മമിത്രം അഥവാ സോൾമേറ്റ് എന്നുള്ളത്. ജീവിതത്തിൽ പരിചയമുള്ള പലരിൽ നിന്ന് ചുരുങ്ങി ചിലരിലേക്ക് മാറിയിട്ട് ആ ചിലരിൽ നിന്നും വീണ്ടും ചുരുങ്ങി ഏറ്റവും പ്രിയപ്പെട്ട അത്രമേൽ ആഴമായ ആത്മ അടുപ്പമുള്ള ഒന്നോ രണ്ടോ പേരിലേക്ക് മാത്രം മാറ്റപ്പെടുന്ന മഹത്തായ ഒരു ബന്ധമാണ് ആത്മബന്ധം അഥവാ സോൾമേറ്റ് എന്നുള്ളത്. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ചോര ചോരയെ കാണുമ്പോൾ തിളയ്ക്കുമെന്ന്. രക്തബന്ധത്തെ വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിശേഷപ്പെട്ട പദമാണ്. ചോര ചോരയെ കാണുമ്പോൾ തിളയ്ക്കും എങ്കിൽ ആത്മസ്നേഹിതർ പരസ്പരം കാണുമ്പോൾ ചോര തിളയ്ക്കുകയല്ല, അവരുടെ ഹൃദയമിടിപ്പുകൾ ഒന്നായിത്തീരുകയാണ് ചെയ്യുക. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ആത്മമിത്രമായിട്ട് ആരുണ്ട്? അതേപോലെ ആരുടെയെങ്കിലും ഒരാത്മമിത്രമായിട്ട് മാറ്റപ്പെടാൻ നമ്മളെ കൊണ്ട് ആയിട്ടുണ്ടോ? എല്ലാ സ്നേഹിതരും നിന്റെ മുറിവിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിന്റെ മുറിയിലേക്ക് കടന്നു വരുന്ന, കയറി വരുന്ന സ്നേഹിതനാണ് ക്രിസ്തു എന്ന് വായിച്ചിട്ടുണ്ട്. ആത്മസ്നേഹിതർ എല്ലാവരും നിന്നെ വിട്ട് ഉപേക്ഷിച്ചു പോകുമ്പോഴും നിന്നെ ഉപേക്ഷിക്കാതെ നിന്നോടൊപ്പം വരുന്നവരാണ്. ഈ നോമ്പ് ഉപരിപ്ലവമായ ബന്ധങ്ങളിൽ കുടുങ്ങി ജീവിതത്തിൻ്റെ ഉല്ലാസത്തെ ഇല്ലാതാക്കുന്ന അനുഭവമല്ല, ആഴവും വീതിയും പരപ്പുമുള്ള ആത്മാർത്ഥ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിതത്തെ ആത്മമിത്രത്തിൻ്റെ സോൾമേറ്റിൻ്റെ അനുഭവത്തിൽ ചേർത്ത് പിടിക്കാം. ഒന്ന്, ദൈവത്തെ ചേർത്ത് പിടിക്കാം, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാം. ആയതിന് ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.